ഈ കണ്ടത് നമ്മൾ ഹൈദരാബാദിലുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ വനമാണ്. ആ വനം ഏകദേശം 400 കിലോമീറ്ററോളം വിസ്തൃതിയുള്ളൊരു വനം, ഒരു ചെറിയ വനമാണ്. സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്, സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വനപ്രദേശം. അത് സർക്കാരിൻ്റെ അധീനതയിലുള്ള, സർക്കാരിൻ്റെ കീഴിലുള്ള പുറമ്പോക്ക് സ്ഥലമാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പുറമ്പോക്ക് സ്ഥലം. കാഞ്ചാഗച്ചിഗൗളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഗച്ചിബൗളി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് അവിടെ ഹൈദരാബാദ്. ഗച്ചിബൗളി എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ ഈ കാഞ്ചാഗച്ചിഗൗളിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കാർ, നമ്മൾ ഈ വനം കയ്യേറ്റമൊക്കെ, ആൾക്കാർ വനം കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഒഴിപ്പിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സർക്കാർ തന്നെ ഈ 400 ഏക്കർ വിസ്തൃതിയുള്ള വനം ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ഒഴിപ്പിക്കുക എന്നുള്ളതല്ല. ആ കാട് അങ്ങോട്ട് വെട്ടി നശിപ്പിച്ച് അവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവൻ നശിപ്പിച്ച് അവിടെ ഒരു കോംപ്ലക്സ് കെട്ടാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ ടി പാർക്കിൻ്റെ വലിയൊരു കോംപ്ലക്സ്, ഐ ടി പാർക്ക് നിർമ്മാണത്തിന് വേണ്ടി അത് ആ ഭൂമി കൊടുക്കാൻ പോവുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരു ശനിയാഴ്ച രാത്രിയാണെന്ന് തോന്നുന്നു, ശനിയാഴ്ച രാത്രി JCBകൾ വന്നിറങ്ങുന്നു. ഒന്നും രണ്ടും അല്ല, 100 കണക്കിന് JCB. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, 100 കണക്കിന് JCB അതിൻ്റെ എല്ലാ ഭാഗത്തുകൂടെയും വന്ന് ആ വനത്തിനെ അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ആ രാത്രി കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന, പോകാതിരുന്ന കുറച്ച് കുട്ടികൾ അവരത് അറിയുകയും അവർ മറ്റുള്ള കുട്ടികളായിട്ട് ബന്ധപ്പെടുകയും, അവർ ഞായറാഴ്ച തന്നെ പലരും സ്ഥലത്തേക്ക് എത്തും. ലീവിൽ പോയ കുട്ടികളാണ് ആ യൂണിവേഴ്സിറ്റിയിൽ. നോക്കൂ, ഇത് ഒരാളെ ആരെങ്കിലും ആക്രമിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൂടിയിട്ട് ആക്രമിക്കാൻ പോയതല്ല. ഒരു വനത്തിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികളല്ല, ആ ക്യാമ്പസിലുള്ള കുട്ടികൾ മുഴുവൻ, ഭൂരിഭാഗം കുട്ടികളും തന്നെ വയ്ക്കാം. കുറച്ച് പേര് മാറി നിന്നിട്ടുണ്ടാവും. അതെല്ലാത്തിലും അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാ വിഷയത്തിലും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കുറേ കുട്ടികൾ ചെന്ന് ഇവിടെ JCB മരം വെട്ടി നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പ്രതിഷേധിക്കുന്നു. JCBകൾ തടയാൻ ശ്രമിക്കുന്നു. അവർ പോലീസ് വിളിക്കുന്നു, പോലീസ് വരുന്നു. കുറച്ച് നേരം സ്തംഭനാവസ്ഥയിൽ തുടർന്നു. അത് കഴിഞ്ഞ് മുകളിൽ നിന്നുള്ള ഉത്തരവ് പോലീസിന് കിട്ടുന്നു. പോലീസ് ലാത്തി ചാർജ് നടത്തി ഇവരെ ഓടിക്കാൻ നോക്കുന്നു. ഇവർ ഓടുന്നില്ല, ഇവർ അവിടെ തന്നെ കിടക്കുകയാണ്. അത്രയും തീവ്രമായിട്ടാണ് അവർ ആ വിഷയത്തിനെ കണ്ടിട്ടുള്ളത്. ഈ വനം നശിപ്പിക്കാൻ ഞങ്ങൾ വിടില്ല, കാരണം വനം എന്നുള്ളത് എത്രത്തോളം നമുക്ക് പ്രാധാന്യമുള്ളതാണെന്ന് ആ കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ PGയും എല്ലാം വലിയ സ്റ്റുഡൻസാണ്, യൂണിവേഴ്സിറ്റിയാണത്. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ പാരിസ്ഥിതികമായ അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ കടുത്ത പ്രതിഷേധങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നു, കടുത്ത പ്രകടനങ്ങൾ അവിടെ നടത്തുന്നു, അത് മുഴുവൻ സ്തംഭിപ്പിക്കുന്നു. പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ഇവരെ വലിച്ച് മുടിയിലൊക്കെ പിടിച്ച് വലിച്ചഴിച്ച് വണ്ടിയിൽ കയറ്റി 19ഓളം കുട്ടികളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. പലർക്കും ഗുരുതരമായി തല്ല് കിട്ടുന്ന വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവരത് സ്തംഭിപ്പിച്ച് അടങ്ങുമെന്നുള്ള നിലയ്ക്ക് അവർ ആ കുട്ടികളുടെ എണ്ണം കൂടി വന്നു. ആ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും ഇവരോടൊപ്പം പങ്കുചേരുന്നു, കാഴ്ചകൾ കണ്ടു. നാട്ടുകാർ വരുന്നു, ഈ കുട്ടികളിലൊപ്പം നാട്ടുകാർ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു മൂവ്മെൻ്റായിട്ട് തീരുകയാണ്. അത് തീർന്ന ശേഷം ഈ സർക്കാർ എന്ന് വെച്ചാൽ രേവന്ത് റെഡ്ഡിയുടെ സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരാണ്. ആ സർക്കാർ പറയുന്നു, അയ്യോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത് വൻ വികസനം വരാൻ പോവുകയാണ്. നമ്മുടെ 19,000 നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭം വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ IT പാർക്ക് വരാൻ പോകുന്നു, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നു, ആയിരക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ വർത്തമാനം പറയണം മൂപ്പര്.
മൂപ്പർക്ക് ഒരു മരം നശിപ്പിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെയാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അയാളുടെ സംസാരത്തിനോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയുന്നത് നമുക്ക് ആമസോൺ കാടുകളെയാണ് നമ്മൾ പറയില്ലേ. അതുപോലെ ഹൈദരാബാദിൻ്റെ ശ്വാസകോശം എന്ന് പറയുന്നതാണ് ഈ ഗച്ചിബൗളി, ഈ വനം, ഈ ചെറിയൊരു വനം. അത് തരിശ് കിടന്ന് കുറേ കാലം തരിശ് കിടന്ന് അങ്ങനെ പൊട്ടിമുളച്ച് വളർന്നതാണ്, കാലങ്ങളായിട്ട് അങ്ങനെ വളർന്നതാണത്. അത് ആരും ഉണ്ടാക്കിയ വനമല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായ വനമാണ് അവിടെ. അപ്പോൾ ആ വനത്തിനകത്ത് ഏകദേശം 455-ലധികം സ്പീഷീസുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. മനുഷ്യന്മാർ മാത്രമല്ലല്ലോ താമസിക്കുന്നത്, ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീടുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അത് മുട്ടയിട്ട പ്രായത്തിലുള്ള പക്ഷികളുണ്ട്, അല്ലെങ്കിൽ പ്രസവിച്ചിട്ടുള്ള ജീവികളാണെങ്കിൽ അങ്ങനെ ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, മയിലുകളുണ്ട്, മാനുകളുണ്ട്, മുയലുകളുണ്ട്. അത്തരം ഒരുപാട് ജീവികൾ, 455 വിധം ജീവികൾ അതിനകത്ത് ഉണ്ടെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റെ തേങ്ങലുകളാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് തുടക്കത്തിൽ. അത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണെന്നൊക്കെ ഈ രേവന്ത് റെഡ്ഡി പറയുന്നുണ്ട്. അതൊന്നുമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് JCBയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, ഇവർ കൂട്ടിച്ചേർത്താണ്. പക്ഷേ ഇവർക്ക് ഈ ജീവികൾ കരയണത് കേട്ടാലേ ഇതൊന്ന് മാറുകയുള്ളൂന്നുണ്ട്. ജീവികൾ കരയുന്നത് ഇവർക്ക് അറിയാൻ പറ്റുമോ? ഇവരുടെ ചെവിയിൽ അത് എത്തുമോ? അപ്പോൾ ഇത് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്താണ്. അവിടെ അത്രയും മൃഗങ്ങളും പക്ഷികളും എല്ലാം ബാധിക്കപ്പെടുന്നുള്ളത് ആർക്കറിയാത്ത, ഒരു കൊച്ചുകുട്ടിക്ക് അറിയില്ല. ഒരു വനം നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു മരം നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ബാധിക്കും പക്ഷികളെയും മറ്റു ജീവികളെയും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒരു വനം ഏകദേശം 10-20,000 മരങ്ങൾ ഉൾപ്പെടുന്ന 400 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു വനം. ആ വനത്തിന് നടുക്കൊരു കുളം, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ജീവികളൊക്കെ ജീവിക്കുന്ന. കുളത്തിലെ വെള്ളം അതിന് ധാരാളം മതിയാവും. അത് വേറെ ആരും ശല്യം ചെയ്യാൻ വരുന്ന മൃഗങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അത്തരം ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു വനത്തിന് ഗവൺമെൻറ്റുകളെല്ലാം പറയുന്നു വനം സംരക്ഷിക്കണം, മരം നടൂ എന്നൊക്കെ. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രകൃതിയാൽ ഉണ്ടായ ആ വനത്തിനെ നശിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ ഏകദേശം പകുതിയോളം ആ ഒരു രാത്രി കൊണ്ട് 100 കണക്കിന് JCBകളാണല്ലോ വന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഇതിനെ തുടച്ച് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ചെറിയ അലയൊലികൾ അതിന് മുമ്പ് അവിടെ അവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ലീവ് കിട്ടിയ ദിവസം ഇതിനെ ഒറ്റ രാത്രി കൊണ്ട് തുടച്ച് മാറ്റണം, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ലീവ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ഈ മരങ്ങളൊന്നും പാടില്ല, ഈ ഭൂമി മൊത്തം തുടച്ച് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 100 കണക്കിന് JCBകൾ കൊണ്ടിറക്കിയിരിക്കുന്നത്. കിരാതമായ, എങ്ങനെയാ വാക്ക് ഉപയോഗിക്കാമെന്നറിയില്ല, അത്രയും ക്രൂരമായ ഒരു മനസ്സ് ആ വനത്തിനോട് കാണിച്ചിരിക്കുന്നു. ഈ സമരം ചെയ്ത ആളുകൾ ഒക്കെ തന്നെ കോടതിയിൽ പോയിട്ടുണ്ട്, ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇപ്പോൾ അവിടെ സ്റ്റേ വാങ്ങിച്ച് സ്റ്റേ ഓർഡറിൻ്റെ ബലത്തിൽ അത് നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല ഈ 2 ദിവസമായിട്ട്. അപ്പോൾ അത് സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് പഠിക്കണം, സ്റ്റഡി ചെയ്യണം, അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അത് നശിപ്പിക്കപ്പെടേണ്ടതാണോ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതിന് സ്റ്റഡി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി ഉടനെ തന്നെ, എങ്ങനെയാണ് നിങ്ങൾക്കിത് ഇത്രയും പെട്ടെന്ന്, എന്തിനാണ് ധൃതി കാണിക്കണമെന്നൊക്കെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. ഈ രായ്ക്ക് രാമാനം JCB കൊണ്ട് ഇറക്കിയിട്ട് ഇത്രയും ധൃതി കൂട്ടി ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് കർശനമായിട്ട്. അപ്പോൾ ഇനി അവിടെ ഒരു കൊടി പോലും, ഒരു ചെടി പോലും അവിടെ നശിപ്പിക്കപ്പെടരുതെന്നുള്ള രീതിയിൽ അവിടെ സ്റ്റേ നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ വെച്ചിരിക്കുന്നു. തീർച്ചയായും ആ സമിതി മനുഷ്യത്വപരമായി ചിന്തിക്കുകയാണെങ്കിൽ ആ മുറിച്ചു മാറ്റിയ മരങ്ങൾക്ക് പകരം, ഒരു മരത്തിന് പകരം 100 മരങ്ങൾ അവിടെ നടാനായിരിക്കും ശുപാർശ ചെയ്യുക. കാരണം നമുക്ക് പറയുമ്പോൾ തന്നെ വേദനിക്കുന്നു. ആ മരങ്ങൾ നമ്മളെ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടല്ലേ, ചൂട്, കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോൺ കാടുകളെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് മൂവ്മെൻ്റൊക്കെ ഉണ്ടായപ്പോൾ പരിഹസിച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കടലിൽ മരങ്ങളുണ്ടായിട്ടാണോ മഴ വീണതൊക്കെ ചോദിച്ച പൊട്ടന്മാർ ഒക്കെ ഉള്ള സമൂഹമാണല്ലോ നമ്മുടെ. അപ്പോൾ ഇത് ഓരോ ചെടിയും ഓരോ മരവും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത
ആ കുട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരോടൊപ്പം നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ചെയ്യുക, മാനസികമായിട്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അവരോടൊപ്പം നിൽക്കുക. ഈ ചാനൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. കാരണം ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഇടാനുള്ളൊരു മോട്ടിവേഷൻ ആവും എനിക്ക്. ഓക്കെ, നന്ദി, നമസ്കാരം.